പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചു നേരമൊന്ന് വിശുദ്ധ വചനത്തെ ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വചനം നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവരാം. അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഈശോയുടെ അമ്മ മറിയവും സഹോദരരും ഈശോയെ കാണുവാൻ ചെന്നു. ജനക്കൂട്ടം നിമിത്തം അവർക്ക് ഈശോയെ കാണാൻ സാധിച്ചില്ല. ഈ ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ കുറച്ചു സമയം ചിലവഴിച്ചുകൊണ്ട് നമുക്ക് ഈ വചനത്തെ ഒന്ന് ധ്യാനിക്കാം. ഈ ദിവ്യകാരുണ്യ ഈശോ ഇപ്പോൾ എൻ്റെ മുൻപിലുണ്ട്. അതുപോലെ ഈ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ഭവനത്തിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിലും ദിവ്യസക്രാരിയിൽ ഈശോ വസിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയും സഹോദരങ്ങളും ഈശോയെ കാണാൻ ചെന്നു എന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടിയും നിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ദേവാലയത്തിലെ ദിവ്യസക്രാരിയിൽ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ട്. നീ എന്നെ കാണുവാൻ വേണ്ടി വരാറുണ്ടോ? പ്രിയ മകനെ, മകളെ, ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ആത്മശോധന നടത്താം. എൻ്റെ ഈശോയെ, നീ എൻ്റെ ദേവാലയത്തിൽ രാവും പകലും എനിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ എപ്പോഴാണ് ഈശോയെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് കുറച്ചു സമയം അടർത്തിയെടുത്ത് നിൻ്റെ അടുക്കലൊന്ന് വരാൻ, നിന്നെ കാണുവാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത്? ദൈവമേ, ഇതൊരു പുതിയ തീരുമാനമെടുക്കുന്നതിന് എന്നെ സഹായിക്കുന്ന ഒരു വചനമാകട്ടെ. ഈ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈശോയെ, എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം തിരക്കുകൾ ഉണ്ടായാലും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഈശോ ദിവ്യസക്രാരിയിലുണ്ട് എന്ന ബോധ്യം നൽകുവാനും, അങ്ങനെ ഈശോയെ നിന്നെ കാണാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ ചില സമയങ്ങളൊക്കെ മാറ്റിവെക്കുവാനുമുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം ഈശോനാഥൻ പറയുകയാണ്, ജനക്കൂട്ടം നിമിത്തം അവർക്ക് ഈശോയെ കാണാൻ സാധിച്ചില്ല എന്ന്. എൻ്റെ കർത്താവേ, പലപ്പോഴും ഈശോയെ അനുഭവിക്കുന്നതിന് വേണ്ടി എൻ്റെ ഹൃദയത്തിലും തടസ്സമാകുന്ന ഒത്തിരി ജനക്കൂട്ടങ്ങളുണ്ട്. ജനക്കൂട്ടം എന്നാൽ ഒരു പ്രതിപത്തിയില്ലാതെ, യാതൊരു വിധത്തിലുള്ള പരസ്പര ബന്ധവുമില്ലാതെ കൂടി നിൽക്കുന്ന ജനങ്ങളെയാണ് ജനക്കൂട്ടം എന്ന് വിളിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു ബന്ധവുമില്ലാത്ത, എന്നെ ഒരിക്കൽ പോലും സഹായിക്കാത്ത, ഞാൻ ഒരിക്കലും ചേരാൻ പാടില്ലാത്തതുമായ ചില ആഗ്രഹങ്ങളുടെ കൂട്ടമാകാം ജനക്കൂട്ടം. ഈ ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ, ചേരാൻ പാടില്ലാത്ത വ്യക്തികളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായും എനിക്ക് ഈശോ അന്യനാകും. എനിക്ക് ഈശോയെ കാണാൻ സാധിക്കില്ല. ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടുറങ്ങാം. ഓ ഈശോയെ, ചേരാൻ പാടില്ലാത്ത കൂട്ടങ്ങളുടെ കൂടെ കൂടി എൻ്റെ ഈശോയിൽ നിന്നും ഞാൻ അന്യനായിപ്പോയോ, മറഞ്ഞുപോയോ? ദൈവമേ, പാപമാകുന്ന, തെറ്റാകുന്ന ജനക്കൂട്ടങ്ങളെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാനുള്ള കൃപ നൽകണമേ. ഒപ്പം ഈശോ പറയുകയാണ്, എൻ്റെ വചനം ശ്രവിച്ച് അനുസരിക്കുന്നവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന്. ഉറങ്ങുന്നതിന് മുമ്പൊന്ന് പ്രാർത്ഥിക്കാം. നിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ ഈശോയെ അനുഗ്രഹിക്കണമേ. അങ്ങനെ നിൻ്റെ പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക് നീ എന്നെയും ചേർത്ത് പിടിക്കണമേ. ആമേൻ.
പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ. പ്രിയമുള്ളവരെ, ഈ രാത്രി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നല്ല ഒരു ഉറക്കം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ശാന്തമായി അങ്ങയുടെ മടിത്തട്ടിൽ ഉറങ്ങുവാനുള്ള കൃപ നൽകണമേ. അങ്ങയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കുവാനുള്ള കൃപ നൽകണമേ. അങ്ങയെ അന്വേഷിക്കുന്നവരാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റുകയും ചെയ്യണമേ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ.